പ്രേം നസീറിനെ രാഷ്ട്രീയത്തിലിറക്കിയത് ആദായ നികുതി വകുപ്പ് റെയ്ഡാണോ? റെയ്ഡ് പേടിച്ചാണ് പിതാവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്ന് പിന്നീട് തുറന്നു പറഞ്ഞത് മകൻ ഷാനവാസാണ്. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റെയ്ഡ് നടത്തുന്നത് രാഷ്ട്രീയ ശത്രുക്കളുടെ മടയിലാണ് എന്നത് ഇന്നത്തെ ആരോപണമാണ്. അന്നും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വേരുകൾ. പ്രേം നസീറിനെ കോൺഗ്രസിൽ ചേരാൻ നിർബന്ധിച്ച് ആദ്യം സമീപിച്ചത് കെ കരുണാകരൻ. 1983 MGR തമിഴ്നാട്ടിൽ പ്രതാപത്തിൽ വാണ കാലത്താണ് നീക്കം. പ്രേം നസീർ കേരളത്തിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കും എന്ന് സിനിമാ മാസികകളിൽ അഭ്യൂഹങ്ങൾ വന്നിരുന്ന സമയമായിരുന്നു. പ്രേം നസീർ സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ ഇന്ദിരാഗാന്ധി തന്നെ നേരിട്ട് വിളിച്ചു. 1983 ഡിസംബറിലായിരുന്നു ഇന്ദിരാഗാന്ധി പ്രേം നസീറിനെ വിളിച്ചത്. കെ കരുണാകരനെ അറിയിക്കാം എന്നായിരുന്നു മറുപടി. പ്രേം നസീറിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയെന്ന് പിന്നീട് സ്ഥിരീകരിച്ചത് മകൻ ഷാനവാസാണ്. പരിശോധന 1987 ജനുവരി അവസാനമായിരുന്നു. 1987 ഫെബ്രുവരി 19 ഡൽഹിയിൽ വെച്ച് പ്രേം നസീർ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കണ്ടത്. അന്ന് തന്നെ കോൺഗ്രസിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ രാജീവ് ഗാന്ധിയെ കണ്ടതിന് പിന്നാലെ മാർച്ച് 23 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മാർച്ച് 10 തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് പ്രേം നസീറിന്റെ ആദ്യ പ്രചാരണം. കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് 2 ആഴ്ച നിർത്തിവെച്ച് മാർച്ച് 21 വരെ കേരളമെങ്ങും പ്രചാരണം. 1984 മുതൽ ചിറയൻകീഴിൽ നിന്നുള്ള ലോക്സഭാംഗം നസീറിന്റെ സഹോദരി ഭർത്താവായ തലേക്കുന്നിൽ ബഷീറായിരുന്നു. ബഷീറിന് പകരം നസീറിനെ മത്സരിപ്പിക്കാൻ കെ കരുണാകരൻ നിർദ്ദേശം വെച്ചു എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് 1989 ജനുവരി 16 നസീർ അന്തരിച്ചു. തലേക്കുന്നിൽ ബഷീർ തന്നെ 1989 ചിറയൻകീഴിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. പിതാവ് മത്സരിക്കാൻ തയ്യാറായിരുന്നില്ലെന്നും റെയ്ഡ് നടത്തുമെന്ന ഭീഷണിയിൽ അർദ്ധസമ്മതം നൽകിയെന്നുമാണ് പിന്നീട് ഷാനവാസ് വെളിപ്പെടുത്തിയത്. ഇലക്ഷൻ ഡെസ്ക് 24.